ഓരോ 10 വർഷം കൂടുമ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പല രീതിയിലുള്ള മൂവി പ്രൊമോഷൻസും കണ്ടു വളർന്നിട്ടുള്ള ആളാണ്. ആദ്യമൊക്കെ പോസ്റ്ററുകളാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ റേഡിയോയിൽ പരസ്യം വരും, അതുപോലെ ടി വിയിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞ് പരസ്യങ്ങൾ വരും. പിന്നെ റിലീസാവുന്ന സിനിമയിലെ താരങ്ങൾ വല്ല ഓണപരിപാടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിക്ക് വന്ന് പങ്കെടുക്കുന്നു, പോകുന്നു. ഇത്രയൊക്കെ ആയിരുന്നു ഒരു മൂവി പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ കണ്ടതായിട്ടുള്ളൊരു ഓർമ്മ. പിന്നെ നമ്മുടെ സിനിമ പുസ്തകങ്ങൾ ഒക്കെ ഇറങ്ങുമായിരുന്നു, വാരിക പോലെയൊക്കെ ഇറങ്ങുന്ന പുസ്തകങ്ങളുണ്ടായിരുന്നു. അതിൽ ചെറിയ ചെറിയ വാർത്തകളും റിവ്യൂസും ഇൻ്റർവ്യൂസും ഒക്കെ വരും. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു സിനിമ റിലീസ് ആവുകയാണെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ല. തുറക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ, ഫോട്ടോസ്, ഇൻ്റർവ്യൂസ്, ലൈവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കും. ടി വിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഈ റിലീസാവുന്ന സിനിമയിലെ താരങ്ങൾ ഓരോ പരിപാടികളിലായിട്ട് പങ്കെടുക്കും. അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കും ആ സിനിമയുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. പക്ഷേ അത് സിനിമയെ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ചോദ്യം. സിനിമ പ്രൊമോഷൻസ് ആണ് നമ്മുടെ വിഷയം. ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ഈ സിനിമ പ്രൊമോഷൻസ് നടത്തുന്നത്? ഒന്നാമത്തെ കാര്യം, ഇങ്ങനൊരു സിനിമ ഒരുങ്ങുന്നുണ്ടെന്നും അത് തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതും പ്രേക്ഷകരെ അറിയിക്കുക. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം. 2, തിയേറ്ററിലേക്ക് വന്ന് കാണണം കേട്ടോ എന്ന ആളുകളോട് റിക്വസ്റ്റ് ചെയ്യുക. 3, പല ആളുകളും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇതുപോലെ ഓരോ സ്ഥലത്തും പോയിരുന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം ഉണ്ടാവുകയാണെങ്കിൽ ഈ സിനിമ ഒരു ടോക്ക് ഓഫ് ദ ടൗൺ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സിനിമ വരുന്നു എന്നുള്ളത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അടിസ്ഥാന ആവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഇങ്ങനെ ഒരെണ്ണം വരുന്നുണ്ട് എന്നുള്ളത് മാക്സിമം ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ്. ഇനി അതിനുവേണ്ടി ഈ പ്രൊമോഷണൽ പരിപാടികളായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം ഇൻ്റർവ്യൂസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ടി വിയിലും കൊടുക്കും, ഓൺലൈൻ മീഡിയാസിനും കൊടുക്കും. ഏകദേശം പടം ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ ഇൻ്റർവ്യൂസ് ഓരോന്നായിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. പല ചാനലുകളിലായിട്ട് വരുന്നു. ചിലതിൽ കോമഡി ഉണ്ടാവും, ചിലതിൽ സീരിയസ് ആയിരിക്കും. അങ്ങനൊരു പ്രൊമോഷൻ ആരംഭിക്കും. പിന്നെ ട്രഡീഷണൽ പരിപാടികൾ നമുക്ക് വിളിക്കാവുന്ന ട്രെയിലർ, ടീസർ, ഗ്ലിംസ്, ആ സിനിമയിലെ പാട്ടുകൾ, ഇതൊക്കെ റിലീസ് ചെയ്യും. മറ്റൊരു പ്രധാന പരിപാടി കൊളാബറേഷൻ വീഡിയോസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ടെക് ചാനലിൽ പോയിരുന്ന് ഈ സിനിമയിലെ ഒരു അഭിനേതാവ് ടെക് ചാനലിൽ സംസാരിക്കുന്നു. ചിലപ്പോൾ ഒരു ഫുഡ് വ്ളോഗറിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഒരു ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റിയുടെ കൂടെ ഡാൻസ് റീൽ ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു കൊളാബറേഷൻ മെത്തേഡ് ഉണ്ട്. പിന്നെ ഈ താരങ്ങളുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകളിൽ അവർ ലൈവ് പോകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി പബ്ലിക് ഈവൻറ്റ്സ് ആണ്. അതായത് ട്രെയിലർ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. ട്രെയിലർ പബ്ലിഷ് ചെയ്യല്ല, ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നു. ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വലിയ ക്രൗഡ് വരുന്ന ഷോപ്പിംഗ് മോളായിരിക്കും അവർ തിരഞ്ഞെടുക്കുക. ചിലപ്പോൾ ഒരു ഓപ്പൺ ഗ്രൗണ്ട് ആയിരിക്കും. താരങ്ങളുടെ വലുപ്പം അനുസരിച്ച് ഈ ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന സ്ഥലം മാറിക്കൊണ്ടിരിക്കും. എന്തായാലും പബ്ലിക് ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു മാർഗ്ഗമാണ്. പിന്നൊരു പരിപാടിയുണ്ട്, അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് കേക്ക് മുറിക്കുക. പടം ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരത്തിന് മുമ്പ് കേക്ക് മുറിച്ചിട്ട് പടം ഹിറ്റാണ്. ചിലർ അന്ന് വൈകുന്നേരം തന്നെയൊക്കെ കേക്ക് മുറിച്ച് ആഘോഷിച്ച് കളയും. റിലീസാകുമ്പോൾ തന്നെ കേക്ക് മുറിക്കുന്ന പരിപാടിയും ഇടയ്ക്കെപ്പോഴോ കണ്ട പോലെ ഒരു ഓർമ്മയുണ്ട്. എന്തായാലും കേക്ക് മുറിച്ച് കഴിയുമ്പോഴേക്കും സിനിമ ഹിറ്റായി എന്ന് പറയുന്ന ഒരു ഐഡിയ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് അങ്ങനെ ആളെ കൂട്ടുക. പിന്നെ ചിലർ പത്രസമ്മേളനം നടത്തും. പത്രസമ്മേളനം നടത്തുമ്പോൾ അത് ചിലപ്പോൾ റിവ്യൂവേഴ്സിനെതിരെയുള്ള പത്രസമ്മേളനമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും അഭിനേതാവിനെയോ ടെക്നീഷ്യനെയോ ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയൊക്കെ ഒരു പത്രസമ്മേളനം വന്നു കഴിഞ്ഞാൽ ഇത് വിവാദമാവുകയും ചൂട് പിടിക്കുകയും ചെയ്യും. പിന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രം മുൻകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്ന, ഇപ്പം അതിൻ്റെ ട്രെൻഡ് കൂടി വരുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന മറ്റൊരു പ്രൊമോഷണൽ പരിപാടിയാണ് സെൻസർ ബോർഡ് വിവാദങ്ങൾ. നമുക്ക് ഇതിലേത് പ്രൊമോഷൻ പരിപാടിയാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കൊണ്ടുവരുന്നതെന്ന് നോക്കിയാലോ? ഓരോന്നായിട്ട് എണ്ണി പെറുക്കി ആലോചിക്കാം. ട്രെയിലർ, ടീസർ, പാട്ടുകൾ, അതുപോലെ സിനിമയുടെ പോസ്റ്റർ. ഈ 4 കാര്യങ്ങൾ സീരിയസ് ആയി സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത്, അതായത് സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ആദ്യ ദിവസങ്ങളിൽ കാണാൻ തീരുമാനമെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ഈ സിനിമ കാണാൻ ട്രെയിലറും ടീസറും പോസ്റ്ററും ഒക്കെ തന്നെ ധാരാളമാണ്. നല്ലൊരു ട്രെയിലറാണെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ഗംഭീര എഫക്റ്റ് ആയിരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ആ സിനിമ കാണാൻ അവർ തീരുമാനമെടുക്കുകയും അവർ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ വരികയും ചെയ്യും. ട്രെയിലറും ടീസറും ഉണ്ടാകുന്നൊരോളം അതിനോടൊപ്പം പാട്ടുകൾ റിലീസ് ചെയ്യുമ്പോൾ ഈ പാട്ട് ഹിറ്റാവുകയോ അല്ലെങ്കിൽ ഈ പാട്ടിൻ്റെ എന്തെങ്കിലും ഒരു പെക്യുലിയർ പ്രത്യേകത കൊണ്ട് ആളുകളത് ശ്രദ്ധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് ആൾ വരാനുള്ള സാധ്യത കൂടും. മാത്രമല്ല, ഒരു പാട്ട് ഹിറ്റായി അതിപ്പോൾ റീലുകളിലും മറ്റുമൊക്കെ പ്രചരിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് പാട്ടാണ്, അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടോ, ഇന്ന ആളാണോ അഭിനയിക്കുന്നത് എന്നുള്ള രീതിയിൽ സിനിമയുടെ പ്രൊമോഷൻ അതിൻ്റെ സൈഡിൽ കൂടി നടന്നു പോയിക്കോളും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തീവണ്ടി എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ പോകുന്നു, അതിങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ജീവാംശമായി എന്ന് പറയുന്ന പാട്ട് റിലീസായതിനു ശേഷമാണ്. കാരണം ആ ഒരു ഒറ്റ പാട്ടിൽ അവരുടെ എൻറ്റയർ പ്രൊമോഷൻ പരിപാടികളും കഴിഞ്ഞു. അതിൽ കൂടുതലൊരു സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക? ചില സമയത്ത് പോസ്റ്റർ കാണുമ്പോൾ എൻ്റെ അമ്മേ എന്ന് പറയുന്ന ഒരു സാധനം, ചിലപ്പോൾ അത് ട്രോളായിട്ടൊക്കെ മാറുമായിരിക്കും. എങ്കിൽ പോലും സിനിമ ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുന്ന ഇവരുടെ ആ ഒരു പർപ്പസ് അവിടെ മീറ്റ് ചെയ്യും. മറ്റൊന്ന്
പബ്ലിക് ഇവൻ്റ് ആണ്. അതും കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഒരുമിച്ച് വരുന്ന ഒരു സ്പേസിലാണ് ഇവർ ഈ ഇവൻറ്റ് നടത്തുക. അവിടെ വരുന്ന ഓരോ ആൾക്കാരും പ്രിയപ്പെട്ട താരങ്ങളും ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടുകയും അതുവഴി അവരുടെ കൂട്ടുകാരിലേക്ക് എത്തുകയും അങ്ങനെ വലിയൊരു ആൾക്കൂട്ടത്തിലേക്ക് വളരെ എഫക്റ്റീവായിട്ട് എന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മെനക്കെട്ട് പിന്നെ ഓരോരുത്തരുടെ സൗകര്യം നോക്കി ഇത്രയൊന്നും മെനക്കെടണ്ട. നമ്മളിങ്ങനെ ഒരു ഇവൻറ്റ് വെച്ചിട്ടുണ്ട്, വരുമ്പോൾ ഒരുപാട് ആരാധകരും കാര്യങ്ങളുണ്ട്, അവർ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നു. ആ ഇവൻറ്റ് ചിലപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ആയിരിക്കും, അതോടുകൂടി പരിപാടി കഴിഞ്ഞു. പക്ഷേ മാക്സിമം ആളുകളിലേക്ക് അത് എത്തിക്കാൻ പറ്റും. മറ്റൊരു ടെക്നിക്ക് കൊളാബറേഷൻ വീഡിയോസാണ്. അത് ആക്ച്വലി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ M4 ടെക്കിൻ്റെ ചാനലിൽ നമ്മുടെ ടൊവിനോ പോകുന്നൊരു പരിപാടി കണ്ടിട്ടുണ്ട്. മഞ്ജു വാര്യർ ഫുഡ് വ്ളോഗറിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെയൊക്കെയുള്ള പല രീതികളും കണ്ടിട്ടുണ്ട്. ഇതിനിടയിൽ വന്നിട്ടുള്ള വേറൊരു എനിക്കത് ഭയങ്കര മോശമായിട്ട് തോന്നിയൊരു പരിപാടിയാണ്. അതായത് ഒരു പ്ലേറ്റിൽ കുറേ പഫ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു പഫ്സ് കഴിച്ചാൽ 100 രൂപ എടുക്കാം എന്ന് പറയുന്ന പോലത്തെ ഒരു ചലഞ്ചുണ്ട്. ഇത് സാധാരണ എല്ലാ ആൾക്കാരെയൊക്കെ വെച്ച് ആളുകൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ പരിപാടിക്ക് സിനിമാ താരങ്ങൾ പോകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പ്ലേറ്റിൽ ഒരാൾ ഒരു 5 പഴംപൊരി ആയിട്ട് വരികയാണ്, ഒരു 500 രൂപ ചില്ലറയാക്കി വെച്ചിട്ടുണ്ട്. പഴംപൊരി ഒരെണ്ണം കഴിച്ചാൽ ചേട്ടന് 100 രൂപ എടുക്കാം. എന്നിട്ട് അവർ നിന്ന് പഴംപൊരി കഴിക്കുക. അവർ വേറെ ഏതോ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് ഈ പടത്തിൻ്റെ അതായത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഈ പ്രൊമോഷൻ കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ അവർ ചോദിക്കും, എടാ പ്രൊമോഷൻ എങ്ങനെയുണ്ടായിരുന്നു, പഴംപൊരി 4 അടിപൊളിയായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ റീല് വൈറലാകുമായിരിക്കും. ഈ നടൻ പഴംപൊരി കഴിക്കുന്നത് ട്രോളാകുമായിരിക്കും. ഈ പേജിന് റീച്ച് കിട്ടുമായിരിക്കും. പക്ഷേ സിനിമയെക്കുറിച്ച് ആരാണ് അവിടെ സംസാരിക്കുന്നത്? പഴംപൊരി കഴിക്കേണ്ടതിനിടയിൽ എൻ്റെ ഒരു പഴംപൊരി പറ്റുന്നുണ്ട്, ആ പടത്തിൻ്റെ പേര് ഇതാണ് എന്ന് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണത് ഓർത്തിരിക്കാൻ പോകുന്നത്? ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഈ പഴംപൊരിയും പഫ്സും കഴിക്കുന്ന പരിപാടിയൊക്കെ ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. മറ്റൊരു പരിപാടി അത് കുറച്ച് എഫക്റ്റീവായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ താരങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അവർ ലൈവ് പോവുക. ഇപ്പോൾ 1 മില്യനും 2 മില്യനും 5 മില്യനും ഒക്കെ ഫോളോവേഴ്സ് ഉള്ള താരങ്ങൾ അവർ കൊളാബ് ചെയ്തിട്ട്, അതായത് ഒരാൾ ഒറ്റയ്ക്കല്ല, അതിൻ്റെ കൂടെ മറ്റു താരങ്ങളും കൂടി വന്നിട്ട് ഒരു ലൈവ് പോകുന്ന സമയത്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. അവരുടെ ഫാൻസിൽ വലിയൊരു വിഭാഗം ഈ ലൈവ് പോകുന്ന സമയത്ത് ലൈവൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇൻട്രാക്റ്റീവാണ് ഭയങ്കരമായിട്ട്. അതായത് ഒരു താരത്തിന് ഒരു സ്റ്റേജ് ഇവൻറ്റിൽ ചെന്ന് നിൽക്കുമ്പോൾ എല്ലാവരും എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് എന്ത് റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനൊരു ലൈവ് പോകുന്ന സമയത്ത് കമൻസിനോട് റെസ്പോണ്ട് ചെയ്യുന്നതുകൊണ്ട് ആളുകൾ അവിടെ കൂടുതൽ സമയമിരിക്കും. ആളുകളുമായിട്ട് ഒരു റാപ്പോ ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് സിനിമയെക്കുറിച്ച് പറയുന്നതും അവർ ശ്രദ്ധിച്ചിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ്റെ ആശാൻ സിനിമ വന്ന സമയത്തും അദ്ദേഹം പോയൊരു ലൈവ് ഭയങ്കര രസമായിരുന്നു. എന്ന് വെച്ചാൽ വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സെഷനാണ്. ചിലപ്പോൾ ഒന്നിലധികം താരങ്ങളുണ്ടെങ്കിൽ അത് ഭയങ്കര രസമായിട്ട് തോന്നും. പ്രേക്ഷകർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് പരിപാടി കേക്ക് മുറിക്കലാണ്. അതൊന്നും ഇപ്പോൾ ഏൽക്കുന്നില്ല. കേക്കും പൊക്കി പിടിച്ചുകൊണ്ട് ചെല്ലുമ്പോഴേ പടം പൊട്ടിയല്ലേ, ഇത് ഫാമിലി പ്രേക്ഷകരുടെ നെഞ്ചത്ത് വെക്കാനുള്ള പരിപാടിയാണല്ലേ എന്ന് പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് പ്രേക്ഷകർ എത്തിയിട്ടുണ്ട്. 1-ാം ദിവസമോ 2-ാം ദിവസമോ 3-ാം ദിവസമോ തിയേറ്ററുകാരെടുത്ത് പുറത്തിടുന്ന ഒരു സിനിമയ്ക്ക് ഉച്ചയാകുമ്പോൾ കേക്ക് മുറിക്കുന്നത് കണ്ടാൽ കോമൺ സെൻസ് ഉള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുപോലെ ഞങ്ങളുടെ സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്ന പത്രസമ്മേളനങ്ങളും ഇപ്പോൾ അധികം ഏൽക്കുന്നില്ല. ഇതുപോലെ ലൈവ് വന്നിട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടോ ഞങ്ങളുടെ സിനിമ നല്ല സിനിമയായിരുന്നു, അവനാണ് ഞങ്ങളുടെ സിനിമ തകർത്ത് എന്ന് പറയുന്ന ആ സംഭവത്തിൽ നിന്നൊക്കെ പ്രേക്ഷകർ വിട്ടു. കാരണം ഒരാളോ അല്ലെങ്കിൽ ഒരു 10 പേരോ വട്ടം കൂടി ഇരുന്ന് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയെ തകർക്കാനൊന്നും പറ്റില്ല. വേർഡ് ഓഫ് മൗത്തിലാണ് സിനിമ കയറിപ്പോകുന്നത്. സോ അത്തരം പത്രസമ്മേളന പരിപാടികൾ, വിവാദമുണ്ടാക്കൽ പരിപാടികൾ, അതിൽ നിന്നൊക്കെ ആളുകൾ വിട്ടു. ഇപ്പോൾ സെൻസർ ബോർഡ് വിവാദം പോലും കാര്യമായിട്ട് ഏൽക്കുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഹാൽ എന്ന് പറയുന്ന നമ്മുടെ ഷൈനികത്തിൻ്റെ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ആവുമായിരുന്നു. കാരണം അത് അത്രയും വിവാദം ഉണ്ടാക്കി, അത്രയും ചർച്ചയുണ്ടായി, ഇത്രയും ന്യൂസ് ചാനലുകളിൽ അങ്ങോട്ട് പൈസ കൊടുക്കാതെ അവർക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റി. പക്ഷേ സിനിമ അത്രയും ദിവസം നിറഞ്ഞു ഓടിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി ഒരു പരിപാടി TV പ്രോഗ്രാമുകളാണ്. അവിടെ കാണുന്നത് 2 തരം പരിപാടികളാണ്. ഒന്ന് ഇൻ്റർവ്യൂ, മറ്റൊന്ന് റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ടോ ഗസ്റ്റായിട്ടോ പോയിരിക്കുക. ഇപ്പോൾ ഒരു തുടക്കക്കാരെയോ സംബന്ധിച്ച് അതുപോലൊരു പ്രോഗ്രാമിൽ ചെന്ന് ഇപ്പോൾ ഒരു 1.5-2 മണിക്കൂർ ഷൂട്ട് ഉണ്ടാവുമായിരിക്കും. നമ്മൾ കാണുന്ന 1/2 മണിക്കൂർ 1 മണിക്കൂർ പരിപാടിക്ക് അത്രയും സമയത്തൊരു ഷൂട്ടിംഗ് ടൈം എടുത്തു എന്ന് വരും. അത്രയും സമയം അവിടെ പോയി ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് കുഴപ്പമുണ്ടാവില്ല. ഇതിനിടയിൽ അവരുടെ മുഖത്തേക്ക് ക്യാമറ വരുന്നത് കൊണ്ടും അവർക്ക് അത് കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ തുടക്കക്കാരെയൊക്കെ സംബന്ധിച്ച് ഈ മത്സരിക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ കുറച്ച് ഇമോഷണൽ ആവും. അപ്പോൾ സ്വന്തം അനുഭവങ്ങൾ പറയും. അതിൽ നിന്നുള്ള ഏതെങ്കിലും വീഡിയോ ക്ലിപ്പുകളൊക്കെ വൈറലാവാനും അത് പ്രേക്ഷകരുമായിട്ട് കണക്റ്റ് ആവാനും ആ പെർട്ടിക്കുലർ താരത്തിന് പ്രേക്ഷകരുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കാനും അത് ഹെൽപ്പ് ചെയ്തേക്കും. അതുപോലെ ഇങ്ങനൊരു സിനിമ വരുന്നുണ്ടെന്ന് ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷേ ഒരു സമയത്തിനപ്പുറത്തേക്ക് വളർന്നിട്ടുള്ള ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രേക്ഷകരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു താരത്തിനെ സംബന്ധിച്ച് അങ്ങനൊരു പരിപാടിക്ക് പോയിരുന്ന് കുഞ്ഞു മക്കളാണ് അവർ പാടുന്ന പാട്ടിനെ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ ചിരിക്കാൻ പറ്റാത്ത തമാശകൾ ചെയ്യുന്ന ആളുകളുടെ പ്രോഗ്രാമിന് പോയിരുന്ന് ചിരിച്ച് കാണിക്കുക. ഇതൊന്നും എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല ആ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പലർക്കും താല്പര്യം ഉണ്ടാവില്ല. ഇനി അവർ ചെന്നിരുന്ന് കഴിഞ്ഞാലും ആ ഒരു കാര്യം കൊണ്ട് സിനിമ ഹിറ്റാവണമെന്നില്ല. ഇപ്പോൾ ജയറാമും കാളിദാസ് ജയറാമും എത്രയോ റിയാലിറ്റി ഷോസിൽ ഈ സിനിമ
സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ ചുമ്മാ സിനിമയുടെ ബുക്ക് മൈ ഷോയിലെ പേജ് എടുത്തിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കണം. ഞാൻ തിരുവനന്തപുരത്താണുള്ളത്. ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഈ റിയാലിറ്റി ഷോ കണ്ട് സിനിമ കാണാൻ ആളുകൾ വരും, ആ പ്രൊമോഷൻ ചെയ്താൽ അങ്ങനെയാണല്ലോ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരേണ്ട ഒരു ഹൈപ്പ്, പ്രത്യേകിച്ച് എത്രയോ റീലുകളും കണ്ടൻറ്റുകളും ഒക്കെ പോസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നിട്ടും ആ ഒരു തള്ളിച്ച നമുക്ക് കാണാൻ പറ്റില്ല. ചിലപ്പോൾ മറ്റേതെങ്കിലും ജില്ലയിൽ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ജില്ലയിലെ കാര്യം കമൻറ്റ് ചെയ്യൂ. ഇത് റിയാലിറ്റി ഷോ. ഇനി ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പോൾ ടി വിയിലായാലും ഓൺലൈൻ മീഡിയയിലായാലും ഈ ഇൻ്റർവ്യൂ പരിപാടികൾ കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, പല താരങ്ങൾക്കും ഈ ഇൻ്റർവ്യൂവിന് ചെന്നിരിക്കാൻ ഒരു താല്പര്യവുമില്ല. കാരണം അതിൽ ചവറ് ചോദ്യങ്ങളാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തനിനിറം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ അനൂപേനോ വന്നിരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചത് അനൂപേട്ടൻ്റെ തനിനിറം ഈ സിനിമയിൽ കാണാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്താണ് ഉദ്ദേശിച്ചത്? ഒറിജിനൽ സ്കിന്നിൻ്റെ കളർ കാണാൻ പറ്റുമെന്നാണോ, അത് തനി സ്വഭാവം കാണാൻ പറ്റുമെന്നാണോ? തനി സ്വഭാവം കാണാൻ പറ്റില്ല, അത് സിനിമയല്ലേ, അങ്ങനെയല്ലേ മോനെ എന്ന് എത്ര പ്രാവശ്യം പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളി ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് ചെന്നിരിക്കുമ്പോൾ അനൂപേട്ടൻ്റെ തനിനിറം പുറത്ത് വന്ന 10 സന്ദർഭങ്ങൾ പറയൂ എന്ന് പറഞ്ഞൊരു ക്യൂട്ട്നെസ് ചോദ്യം ഇട്ട് അങ്ങേർക്ക് പൊളിയൂല. അങ്ങനെ ഒരു മനുഷ്യനല്ലേ, നമുക്ക് പറ്റുമോ സഹിക്കാൻ? ചിലപ്പോൾ അത്തരം ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നല്ല കൗണ്ടർ പറയാൻ അറിയാവുന്ന താരങ്ങളുണ്ട്. ആ താരങ്ങളുടെയൊക്കെ ഇൻ്റർവ്യൂസ് മില്യൺ കണക്കിന് വ്യൂ പോയിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ ദിവസം പടം പെട്ടിയിലേക്ക് തിരിച്ചു വരും. പല ആൾക്കാരും ഒരു താല്പര്യമില്ലാതെ കാശ് വാങ്ങിപ്പോയില്ലേ, അല്ലെങ്കിൽ ഇവർക്ക് പൈസ കൊടുത്തിട്ടല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറയുന്ന അത്രയും മനസ്താപത്തോടു കൂടിയാണ് ഈ പരിപാടിക്ക് ചെന്നിരിക്കുന്നതെന്ന് അവരുടെ മുഖം കാണുമ്പോഴറിയാം. ചില സിറ്റുവേഷൻസിൽ അവരുടെ റിയാക്ഷൻസ് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഒരു ഇൻ്റർവ്യൂവിൽ പോയിരുന്നിട്ട് അവിടെ സാഹി കേട്ടിട്ട് മറ്റൊരു ഇൻ്റർവ്യൂവിൽ പോയിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ആ ചോദ്യങ്ങളൊന്നും സഹിക്കാൻ പറ്റില്ല എന്ന് അവർ അവിടെ ഇരുന്ന് പറയുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു താരത്തിനടുത്ത് ഇൻ്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ ചോദിക്കുക, നിങ്ങളുടെ ക്രോം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിലെ ലാസ്റ്റ് ഹിസ്റ്ററി, നിങ്ങൾ അവസാനം സെർച്ച് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങളെ കാണിക്കൂ. നീ ആരടാ? ഇതൊരു പ്രൈവസി ബ്രീച്ചാണ്. പിന്നെ ഇവരുടെ ക്ലോസ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട്, അതായത് മറ്റ് സിനിമാ താരങ്ങളെ വിളിച്ചിട്ട് പ്രാങ്ക് കോൾ ചെയ്യുക. എന്തിന്? വേറൊരാളുടെ മനസ്സ്, അയാൾ മറ്റൊരു ഷൂട്ടിംഗ് സെറ്റിലായിരിക്കില്ലേ, ഒരു താരത്തിൻ്റെ അടുത്ത് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ വന്നിട്ട് പറയാണ്, സാർ ഇങ്ങനെയാണ് നമ്മുടെ സംഭവം, അപ്പം നിങ്ങൾ ഇങ്ങനെ വരണം, അവിടെ നിന്ന് ഇങ്ങനെ ക്യാമറ വെച്ചിട്ടുണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട്, അപ്പം നിങ്ങൾ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അയാൾ ഇങ്ങനെ ഒരു ഡയലോഗ് പറയും. ആ സമയത്ത് നമുക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം വന്നാൽ നിങ്ങളുടെ കണ്ണ് ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് എല്ലാം പറഞ്ഞു വെച്ചിട്ടാണ് ഒരു ഷോട്ട് എടുക്കുന്നത്. അത് തന്നെ റീടേക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു ഷൂട്ടിംഗ് സെറ്റിൽ പണിയെടുത്തിട്ടുള്ള ഒരു ആക്ടറിനറിയാം മറ്റൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത്. ഇതൊന്നും നോക്കാതെ വിളിച്ചിട്ട് നമുക്ക് പറ്റിക്കാം. എന്തിന്? അയാൾ ജോലി ചെയ്യുകയാണോ? ഇനി അയാളൊരു ആശുപത്രി കേസിലാണോ? അയാൾ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുകയാണോ? ഇതൊന്നും അറിയാത്തപ്പോൾ അവരെ വിളിച്ച് ഈ പ്രാങ്ക് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ഇത് ചോദിക്കുമ്പോൾ ചിലർ ചോദിക്കും ഞാൻ പ്രാങ്ക് കോൾ ചെയ്തിട്ടില്ലെന്ന്. എനിക്ക് ഒരു താല്പര്യമില്ലാതെ ഞാൻ ചെയ്തിട്ടുള്ളൊരു ജോലിയാണ് പ്രാങ്ക് കോൾസ് ചെയ്യുക എന്നുള്ളത്. അതും വേറെ ചില കാര്യങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഞാൻ ജോലി റിസൈൻ ചെയ്യുക എന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ പരിപാടി ഒരു ഇൻ്റർവ്യൂവിൽ ചെയ്യിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? അതുവഴി സിനിമയ്ക്ക് എന്ത് പ്രൊമോഷനാണ് കിട്ടുന്നത്? നല്ല റീച്ച് കിട്ടും. ആർക്ക്? ആ ചാനലിന് കിട്ടും. ഈ താരങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും. ഇൻ്റർവ്യൂവിൽ ഈ ചോദ്യം ചോദിച്ചിട്ട് ചേട്ടാ എന്ന് ചിരിച്ചുകൊണ്ടിരുന്ന ആങ്കറിന് കിട്ടും. പക്ഷേ സിനിമയ്ക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇതിനിടയിൽ വേറെ ചില ആൾക്കാരുണ്ട്, കഞ്ഞിയും കറിയൊക്കെ വെച്ചിട്ട് ബോഡി ഷേപ്പ് ചെയ്യാൻ വേണ്ടി വിളിക്കും. എല്ലാം പോട്ടെ, ഒരു റിസർച്ചും ഇല്ലാതെ മുന്നിൽ വന്നിരിക്കുന്ന ആൾ ആരാണ് എന്താണെന്ന് യാതൊരു റിസർച്ചും ഇല്ലാതെ പറയൂ എന്താ നിങ്ങളുടെ പേര് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലുള്ള ആങ്കർമാർ വരെയുണ്ട്. കുറച്ച് ചേട്ടാ ചേച്ചി വിളിയും ഇച്ചിരി പ്രേമകഥകളും പിന്നെ കുറച്ച് പൊട്ടിച്ചിരിയും ഒക്കെ ആയിട്ട് ഈ പരിപാടി അങ്ങനെ പോകും. എന്നാൽ സിനിമയെക്കുറിച്ച് യാതൊരു ചോദ്യവും ചോദിക്കുന്നുണ്ടാവില്ല. മാക്സിമം പോയാൽ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ സിനിമ ഇന്ന ദിവസം റിലീസ് ആവുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് തിയേറ്ററിൽ വരണം. ഇതൊരു ഡയലോഗ് പറയാൻ വേണ്ടിയിട്ടാണ് 1/4 മണിക്കൂർ ഇത് സഹിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നത്. ഇവിടെ അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് ഈ ചാനലുകാർക്ക് ഓൾറെഡി പ്രൊഡ്യൂസർ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടായിരിക്കും പല ഇൻ്റർവ്യൂസിനും പോവുക. എല്ലാവരുടെയും കാര്യം ഇങ്ങനെയാണെന്നല്ല പറയുന്നത്. പല ചാനലുകളിലും പ്രൊഡ്യൂസർ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് അവർ ഈ പ്രൊമോഷണൽ ആക്ടിവിറ്റി എടുക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കും? ആ ചാനലുകാർക്ക് റീച്ച് കിട്ടാൻ ആവശ്യമുള്ള കണ്ടൻറ്റ് ഈ നടന്മാരെ അല്ലെങ്കിൽ നടിമാരെ വെച്ചുകൊണ്ട് ഉണ്ടാക്കും. അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവരുടെ കൗണ്ടർ വാങ്ങിക്കുക, അവരെ കളിയാക്കുക, അവരുടെ ചിരിയും കളിയും അങ്ങനത്തെ സാധനങ്ങളും എല്ലാം എടുത്തിട്ട് ഈ ചാനലിന് ഇവിടെ പ്രൊമോഷൻ കിട്ടും, പൈസ എക്സ്ട്രാ കിട്ടും, യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ കിട്ടും. പക്ഷേ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോകുന്ന, അതായത് സീരിയസ് ആയിട്ട് സിനിമയെ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടെന്ന് പറയുമ്പോൾ സീരിയസ് ആയി പോയിരുന്ന് പടം കാണുന്ന ആളുകൾ എന്നല്ല പറയുന്നത്, സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, സിനിമ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഒരു പ്രൊമോഷണൽ മെറ്റീരിയൽ നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരിതൊന്നും കണ്ടിട്ട് തിയേറ്ററിൽ പോകണമെന്നില്ല. നല്ലൊരു ട്രെയിലർ, നല്ല പ്രതീക്ഷ, നല്ല ക്രൂ ആണെന്നുണ്ടെങ്കിൽ അവർ തിയേറ്ററിൽ പോയിക്കോളും. അവർക്ക് ഈ പൊട്ടിച്ചിരിയും പരിപാടിയൊന്നും കാണണമെന്നില്ല. അതുപോലെ സിനിമാ പ്രവർത്തകർ അവർ തന്നെ മനസ്സ് വെറുത്തിട്ടായിരിക്കും ഇതിൽ പല പരിപാടിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഇത് യൂസ്ഫുൾ അല്ല എന്നുള്ള ധാരണ
ഒട്ടുമിക്ക സിനിമാ താരങ്ങൾക്കും ഉണ്ടാകും. ഒരു തുടക്കക്കാരെയൊക്കെ സംബന്ധിച്ച് ഇത് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും, അവരുടെ ഒരു പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കാൻ. പക്ഷേ മറ്റൊരു എസ്റ്റാബ്ലിഷ്ഡ് താരത്തിനെ സംബന്ധിച്ച് ഇത് ഒരു താല്പര്യമില്ലാതെ വന്നിരുന്ന് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയ ഒരു പ്രോസസ്സിൽ കൂടി പാസ് ചെയ്യുന്ന പോലെ. ഓൺലൈൻ മീഡിയക്കാരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കുക, വിവാദം അല്ലെങ്കിൽ കുറച്ച് ക്യൂട്ട്നെസ് ഇടുക, എങ്ങനെയെങ്കിലും വ്യൂസ് ഉണ്ടാക്കുക. പക്ഷേ ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചില ചാനലുകൾ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ പേളി മാണിയുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരവിടെയും പ്രൊമോഷൻസ് ചെയ്യാറുണ്ട്. പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ആ പ്രോഗ്രാം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളറൊക്കെ വെച്ച് ഭയങ്കര റിച്ച് ആംബിയൻസിൽ നല്ല ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് ഈ സ്കിന്നൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് കാണിച്ച്, അതായത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യങ്ങളാണെങ്കിലും അവർക്ക് കൃത്യമായിട്ട് പേളി മാണിയൊക്കെ സംബന്ധിച്ച് കൃത്യമായി അവർക്ക് അവരുടെ ഓഡിയൻസ് എന്താണെന്നറിയാം, അതിൻ്റെ പൾസ് എന്താണെന്നറിയാം. അതിനെക്കുറിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അവർക്ക് അവർ ചെയ്യുന്നത് എന്താണെന്ന് കൃത്യമായ ധാരണയുണ്ട്. അവരുടെ ഓഡിയൻസ് ബേസിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ആ ഓഡിയൻസ് ബേസിനെ സാറ്റിസ്ഫൈ ചെയ്ത് അവരെ എൻഗേജിങ് ആക്കി നിലനിർത്താൻ ആവശ്യമുള്ള ചോദ്യം എന്താണോ അത് പേളി മാണി ചോദിക്കുന്നുണ്ട്. തീർച്ചയായും അവർക്ക് അതിനുള്ള വ്യൂ വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആശകളായിരത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാൽ ജയറാമും കാളിദാസ് ജയറാമും വന്നിരിക്കുന്നു. രണ്ടുപേരെയും ഇത്രയും ബ്യൂട്ടിഫൈഡ് ആയിട്ട് ഞാൻ വേറെ ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ല. വളരെ ടെക്നിക്കലി നന്നായി ചെയ്തെടുത്തിട്ടുള്ള, അതുപോലെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഈ പറയുന്ന ഫൺ എലമെൻറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. 2.1 മില്യൺ വ്യൂസാണ് ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ ആ വീഡിയോയ്ക്കുള്ളത്. അതുപോലെ നമ്മൾ വീണ മുകുന്ദൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാൽ വീണ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കുറിച്ച് പരദൂഷണം പറയുന്ന പോലത്തെ കാര്യങ്ങൾ കേൾക്കാനാണ് എനിക്കിഷ്ടം, എൻ്റെ ഓഡിയൻസിനും അതാണ് താല്പര്യം. തീർച്ചയായും വീണ അത് വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. മനീഷ് നാരായണൻ്റെ ഇൻ്റർവ്യൂവിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ സിനിമയെക്കുറിച്ച്, ഒരു പെർട്ടിക്കുലർ സിനിമയിലെ അഭിനേതാവോ ടെക്നീഷ്യനോ വന്നിരിക്കുന്നു, ആ സിനിമയെക്കുറിച്ച്, അവരുടെ സിനിമ യാത്രയെക്കുറിച്ച് അങ്ങനെ സീരിയസ് ആയിട്ട് അറിയാനാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മനീഷ് നാരായണൻ്റെ ഇൻ്റർവ്യൂസ് കാണാവുന്നതാണ്. നമ്മളും പല വീഡിയോസും ചെയ്യുന്ന സമയത്ത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മനീഷ് നാരായണൻ്റെ ഇൻ്റർവ്യൂസ് ശ്രദ്ധിക്കാറുള്ളതാണ്. എന്നാൽ അതേസമയം നിങ്ങൾക്ക് കാഷ്വലായിട്ട് ആളുകൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം കാണാനാണെങ്കിൽ വീണയുടെ ഇൻ്റർവ്യൂസ് കാണാം. ഇനി അതുമല്ല കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അങ്ങനെ പോകുന്നൊരു ഇൻ്റർവ്യൂ ആണെങ്കിൽ പേളി മാണിയുടെ ഇൻ്റർവ്യൂ കാണാം. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇതിൽ എത്ര പേർ തിയേറ്ററിലേക്ക് വരും എന്നുള്ളതാണ്. ഇപ്പോൾ പേളി മാണിയുടെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീണയുടെയൊക്കെ ഇൻ്റർവ്യൂസ് നോക്കുകയാണെങ്കിൽ അതിലൊരു വലിയ ഓഡിയൻസ് ബേസ് വരുന്നത് സ്ത്രീകളാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഡേ തിയേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ മെയിനായിട്ട് കാണാം, ഞാൻ പറയുന്നത് ജെൻഡർ തിരിച്ച് സ്ത്രീകളാരും പടത്തിന് പോകാറില്ല എന്നൊന്നുമല്ല, പക്ഷേ വലിയൊരു വിഭാഗം ഓഡിയൻസും പുരുഷന്മാരാണ് വരിക. നമ്മൾ ഫസ്റ്റ് ഡേ കാണുന്ന ചില തിയേറ്റർ റെസ്പോൺസ് വീഡിയോസിൽ നോക്കിയാൽ ഒരുപാട് സ്ത്രീകളെയൊക്കെ കാണാൻ പറ്റും. പക്ഷേ അതൊക്കെ ചില പെർട്ടിക്കുലർ തിയേറ്ററുകളിൽ നിന്നാണ് വരുന്നത്. അത് ഈ പറയുന്ന സിനിമാക്കാരുടെ ബന്ധുക്കളും കൂട്ടുകാരുമായിട്ടുള്ള ആളുകളാണ് ആ പടം കാണാൻ വരുന്നത്. പിന്നെ കുറച്ച് ഓൺലൈൻ മീഡിയാസും ഉണ്ടാവും. ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാവുന്ന പരിപാടിയാണ്. പക്ഷേ ഫസ്റ്റ് ഡേ സിനിമ കാണുക, ഒരു ട്രെയിലറും ടീസറും ഒക്കെ കണ്ടല്ലേ, പോസ്റ്റർ കണ്ട് ഈ സിനിമ ഒന്ന് കണ്ടു നോക്കാം എന്ന് പറഞ്ഞ് പരീക്ഷണാടിസ്ഥാനത്തിലോ സിനിമയോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്തോ ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററിലേക്ക് പോകുന്നത് കൂടുതലും പുരുഷന്മാരാണ്. അപ്പോൾ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായുള്ള ഇൻ്റർവ്യൂ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചില്ലേ എന്ന് ചോദിച്ചാൽ എത്തിച്ചു. പക്ഷേ ഈ സിനിമ കാണാൻ പണം മുടക്കി സമയം മാറ്റിവെച്ച് തിയേറ്ററിലേക്ക് വരുമെന്നുറപ്പുള്ള എത്ര ഓഡിയൻസിലേക്ക് ഈ ഇൻ്റർവ്യൂ എത്തി എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ പേളി മാണിയുടെ ഇൻ്റർവ്യൂ 2.1 മില്യൺ ആൾക്കാർ കണ്ടു, 21 ലക്ഷം ആൾക്കാർ കണ്ടു. 21 ലക്ഷം ആൾക്കാർ കണ്ട ഇൻ്റർവ്യൂവിൽ പോട്ടെ എല്ലാവരും ഒന്നും പോകണ്ട, 1.5 മില്യൺ 15 ലക്ഷം ആൾക്കാർ തിയേറ്ററിൽ പോകാൻ ചുമ്മാ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ബുക്ക് മൈ ഷോയിൽ നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 180 വരും. അങ്ങനെയാണെങ്കിൽ സിനിമയുടെ കളക്ഷൻ ഇപ്പോൾ 27 കോടിയായിട്ടുണ്ടാവണം. ഒരൊറ്റ ഇൻ്റർവ്യൂ വെച്ചിട്ടാണ് പറയുന്നത്. ജയറാമും കാളിദാസ് ജയറാമും ഒരുപാട് പരിപാടികളിൽ പോയിട്ടുണ്ട്, TV പ്രോഗ്രാംസിൽ പോയിട്ടുണ്ട്. 27 കോടി രൂപ കളക്ഷൻ കിട്ടിയിട്ടുണ്ടാവണം. ഞാൻ ഓൺലൈനായിട്ട് നമുക്ക് ഈ വേൾഡ് വൈഡ് കളക്ഷനൊക്കെ എടുത്തു നോക്കാൻ പറ്റുന്ന വെബ്സൈറ്റുകളിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ എനിക്കിതിൻ്റെ പകുതി പോലും കാണാൻ പറ്റുന്നില്ല. സോ ഇത്രയും എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചില ഇൻ്റർവ്യൂസ് മറ്റേ 5 മില്യൺ 8 മില്യൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ്. അതിൽ തന്നെ ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ എല്ലാ ചാനലുകളിലെയും എല്ലാ ഇൻ്റർവ്യൂസും ഹിറ്റാണ്. 1ഉം 2ഉം അല്ല, ഇത്രയും ചാനലുകളിലെ എല്ലാ ക്യൂട്ട്നെസ് ഇൻ്റർവ്യൂകളും ഹിറ്റാണ്. പക്ഷേ സിനിമ എത്ര ദിവസം തിയേറ്ററിലുണ്ടാവും? പ്രൊഡ്യൂസർ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ ഈ ഇൻ്റർവ്യൂ എടുത്ത ചാനലിന് കൊടുത്ത പൈസ അതെങ്കിലും സിനിമയുടെ റിലീസിന് ശേഷം പ്രൊഡ്യൂസറിൻ്റെ കയ്യിലേക്ക് വരുന്നുണ്ടോ? ഇൻ്റർവ്യൂ ഹിറ്റാണ്, അതിൻ്റെ ഗുണം ആർക്കാ? ഇൻ്റർവ്യൂ എടുത്ത ചാനലുകാർക്കാണ്. അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു സിനിമ ഹിറ്റാവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകർ മാത്രമാണ്. അതായത് തിയേറ്ററിൽ പോയി പടം കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ എടാ
കിടിലം പടമാണ്, പോയി കണ്ടോ എന്ന് അവൻ്റെ കൂട്ടുകാരോടോ ബന്ധുക്കളോടോ പറയുന്ന മൊമെൻറ്റിലാണ് ആ സിനിമയ്ക്ക് അടുത്ത ആൾ കയറുന്നത്. സിനിമയുടെ റിവ്യൂ പറയുന്ന ആൾക്കാർ എല്ലാവരും കൂടി തച്ചിനിരുന്നു ഗംഭീരം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ 1,00,000 പേര് കണ്ടു, അതിനകത്തൊരു 10,000 പേര് ശരിക്കും റിവ്യൂ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുണ്ട്. ചിലരല്ലാതെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനും കണ്ടു എന്ന് വരും. ഒരു 10,000 പേര് കണ്ടു, അതിലൊരു 10 പേര് തിയേറ്ററിൽ പോയി എന്ന് വിചാരിക്കും. ആ 10 പേർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരാരോടും പറയില്ല. ആ 10 പേർക്ക് ഇഷ്ടപ്പെട്ടാൽ അവരൊരു 10 പേരോട് പറയും. അവിടെ സംഭവിക്കുന്നത് വേർഡ് ഓഫ് മൗത്താണ്. ഞാനല്ല, അല്ലെങ്കിൽ ഈ സിനിമ കൊള്ളാമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു റിവ്യൂവറോ ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഒന്നുമല്ല ആ സിനിമയെ രക്ഷിക്കുന്നത്. പടം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന പ്രേക്ഷകൻ എന്തു പറയുന്നു എന്നുള്ളതാണ്. സിനിമയെ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി 10 സൈഡിൽ നിന്ന് ആൾക്കാർ കുത്തിയിരുന്ന് പണിയെടുത്താലും പടം കഴിഞ്ഞിറങ്ങുന്ന പ്രേക്ഷകനോട് അടിപൊളി പടമാണ് എന്ന് പറഞ്ഞാൽ ആ സിനിമ ഹിറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഈ ഇൻ്റർവ്യൂസ് കൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി നോക്കാമെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 10 പേര് കാണാൻ പോകുന്നിടത്ത് അതൊരു 25ലേക്ക് ഉയർത്താൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നാണ് ഈ ഇൻ്റർവ്യൂസ് കൊണ്ട് ഇവിടെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യം. ഈ വീഡിയോയുടെ തന്നെ ആകത്തുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇൻ്റർവ്യൂസിൻ്റെ ഓഡിയൻസ് അല്ല സിനിമയുടെ ഓഡിയൻസ്. ഇൻ്റർവ്യൂ കാണുന്നവർ ഇൻ്റർവ്യൂ രസമായിട്ട് കാണാൻ വേണ്ടി കാണുകയാണ്. അവരത് കാണുകയും ചെയ്യും, കുത്തിയിരുന്ന് കാണും, വീണ്ടും കാണും, പൊട്ടിച്ചിരിക്കും, ആൾക്കാർക്ക് ഷെയർ ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ അവർ സിനിമയുടെ ഓഡിയൻസ് ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമകൾ ഹിറ്റാവുന്ന അത്രയും ഈ കേരള സംസ്ഥാനത്ത് ഈ ചരിത്രത്തിൽ വേറെ ഒരു സിനിമയും ഹിറ്റാവില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ എല്ലാ ഇൻ്റർവ്യൂസും ഹിറ്റാണ്. അപ്പോൾ പലരും പറയുന്നത് എന്താ പറയുക, ചില പ്രൊഡ്യൂസേഴ്സ് അടക്കം വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻ്റർവ്യൂസൊക്കെ കൊടുത്ത് മാക്സിമം ഈ ലേഡീസിൻ്റെ ആ ഒരു ക്രൗഡിലേക്ക് അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകളുടെ അടുത്തേക്ക് എത്തണം, അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനത്തെ ഫൺ ഇൻ്റർവ്യൂസും പരിപാടികളൊക്കെ കൊടുക്കുന്നതെന്ന് പറയും. പക്ഷേ പലരും തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും സെലക്റ്റീവായി സിനിമ കാണുന്ന ഓഡിയൻസാണ് ഫാമിലി ഓഡിയൻസ് എന്ന് പറയുന്നത്. കാരണം അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളും ചിലപ്പോൾ എൻ്റെ അമ്മയോ അച്ഛനോ അങ്ങനെ പ്രായമായിട്ടുള്ള ഒരാളുമായി ഞാൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ 5 ടിക്കറ്റ് ഞാൻ എടുക്കുകയാണ്. ആ 5 പേരുടെയും യാത്രാ ചെലവെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. 5 പേരിൽ 2 പേര് മിക്കവാറും ജോലി ചെയ്യുന്നവരായിരിക്കും. പോട്ടെ, ഒരാൾ ജോലി ചെയ്യുന്നതായിരിക്കും. ഒരു ദിവസത്തെ പ്രവൃത്തി സമയമാണ് ആ മാറ്റി വെക്കുന്നത്. ചിലപ്പോൾ പിള്ളേർക്ക് പഠിക്കാനുള്ള സമയമാണ് ആ മാറ്റി വെക്കുന്നത്. ഇതെല്ലാം എക്സ്പെൻസിൽ കൂട്ടണം കേട്ടോ. ഇതൊക്കെ ഓരോ ആളുകളുടെയും ലൈഫിലെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അപ്പോൾ അങ്ങനെ തിയേറ്ററിലേക്ക് എത്തി. ഇനി തിയേറ്ററിൽ ചെല്ലുന്ന സമയത്ത് പിള്ളേർക്ക് ചിലപ്പോൾ ഐസ്ക്രീം വേണമെന്ന് തോന്നും, അല്ലെങ്കിൽ പോപ്കോൺ കഴിക്കണമെന്ന് തോന്നും. 150 രൂപ കൊടുക്കാതെ ഒരു ബക്കറ്റ് പോപ്കോൺ കിട്ടില്ല. കുറച്ച് ചിപ്സ് വാങ്ങിച്ച് തിന്നാന്ന് വെച്ചാൽ 40 രൂപയാണ്. ഒരു കുപ്പി വെള്ളത്തിന് 40 രൂപയാണ്. ഇനി അങ്ങനെ ഒരു സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ 2 to 3 മണിക്കൂറാണ് ഒരു സിനിമ എന്ന് പറയാം. 10 മണിക്ക് സിനിമയ്ക്ക് കയറിയാൽ പടം കഴിഞ്ഞിറങ്ങുമ്പോൾ ഉച്ചയായി. ഇനി അതല്ല, ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് പടത്തിന് കയറിയാൽ വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ചായ കുടിക്കാൻ സമയമായി. ആ സമയത്ത് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറയുന്ന ഓപ്ഷനേക്കാൾ നമ്മളൊരു ഹോട്ടലിൽ കയറി കഴിക്കാമെന്നേ ഉള്ളൂ. അവിടെ അതിൻ്റെ എക്സ്പെൻസ്, ഇത്രയും എക്സ്പെൻസ് ഉണ്ട് ഒരു ഫാമിലി സിനിമ കാണാൻ പോകുന്ന സമയത്ത്. അപ്പോൾ ആ കൂട്ടത്തിൽ, ആ ഫാമിലിയിൽ സിനിമകളോട് കൂടുതൽ താല്പര്യമുള്ള ആളാരാണോ അയാൾ ട്രെയിലറുകൾ കാണും, ടീസർ കാണും, പാട്ടുകൾ ശ്രദ്ധിക്കും, റിവ്യൂസ് ശ്രദ്ധിക്കും, പബ്ലിക് ഒപ്പീനിയൻ വീഡിയോസ് ശ്രദ്ധിക്കും. അത് കഴിഞ്ഞ് അവരുടെ കൂട്ടുകാരും ബന്ധുക്കളും പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടേ തിയേറ്ററിൽ പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുള്ളൂ. ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററിൽ എത്തിക്കാൻ ഇൻ്റർവ്യൂകൾ പോരാ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താ അറിയോ? തുടരും എന്ന് പറയുന്ന സിനിമയാണ്. തുടരും സിനിമ റിലീസാവുന്നതിന് മുമ്പ് മോഹൻലാലും ശോഭനയും പോയിരുന്ന ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ പറയൂ. എല്ലായിടത്തും തരുൺ മൂർത്തിയാണ് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. പലതിനും വലിയ വ്യൂ ഒന്നും ആ സമയത്ത് കിട്ടിയിട്ടില്ല. ഇതൊരു കൊച്ചു സിനിമയാണെന്നുള്ള രീതിയിൽ തരുൺ മൂർത്തി മാത്രം ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശരിക്കുമുള്ള പ്രൊമോഷൻ ആരംഭിച്ചത് സിനിമ ഇറങ്ങിയതിന് ശേഷമാണ്. യുനോവൈ പടം കഴിഞ്ഞിറങ്ങുന്ന പ്രേക്ഷകൻ്റെ വേർഡ് ഓഫ് മൗത്തിൻ്റെ കൂടെയാണ് അവർ ആഡ് ഓൺ കൊടുത്തത്. അതേസമയം പടം ഇറങ്ങുന്നതിന് മുമ്പ് പ്രൊമോഷൻ ഇട്ട് തകർത്ത് പടം കഴിയുമ്പോൾ പ്രേക്ഷകൻ പറയും പോരാട്ടോ, കഴിഞ്ഞില്ലേ. വേറൊരു ഉദാഹരണം പറയാം. ഹൃദയപൂർവ്വവും ലോകയൊക്കെ ഒരേ ദിവസമാണ് റിലീസാവുന്നത്. ഒരുവിധപ്പെട്ട എല്ലാ റിവ്യൂവേഴ്സും ആദ്യം പോയി കണ്ടത് ഹൃദയപൂർവ്വമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഹൃദയപൂർവ്വം സിനിമയുടെ റിവ്യൂ വീഡിയോൻ്റെ താഴത്തെ കമൻസ് മുഴുവൻ ലോകയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതിൻ്റെ കാരണം ലോക കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളുകൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് അറിയാൻ കൊതിച്ചിരിക്കുകയാണ്. കാരണം ആ പ്രേക്ഷകൻ സിനിമ കണ്ട് ത്രില്ലടിച്ച് പുറത്തിറങ്ങി. അവൻ ആ സിനിമയെക്കുറിച്ച് ഞാൻ ത്രില്ലടിച്ചതുപോലെ മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി അങ്ങനെ റിവ്യൂ കാണുന്നവരുണ്ട് കേട്ടോ. അവർ കണ്ടതിന് ശേഷം എന്താണ് റിവ്യൂവേഴ്സ് പറയുന്നതെന്ന് അറിയാൻ വരുന്ന ആളുകൾ. അങ്ങനെ കമൻറ്റ് ബോക്സ് മുഴുവൻ ലോകയായിരുന്നു. കാരണം അന്നത്തെ ദിവസം തിയേറ്ററുകളിൽ പടങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആൾക്കാരിൽ ഹൃദയപൂർവ്വം കണ്ടിറങ്ങിയ ആളേക്കാൾ എക്സൈറ്റഡ് ആയിരുന്നു ലോക കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകൾ. അവർ ആ സിനിമയുടെ പ്രൊമോഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് പടം ഹിറ്റായതിനു ശേഷമാണ്. നിങ്ങൾ ദുൽഖറിൻ്റെയും കല്യാണി പ്രിയദർശൻ്റെയും നസ്ലിൻ്റെയും ഒക്കെ ഈ ഇൻ്റർവ്യൂസൊക്കെ വന്നു തുടങ്ങിയ സമയം നോക്കിയാൽ മതി. ഇനി അതിൽ എത്ര ഇൻ്റർവ്യൂസ് പടം ഇറങ്ങുന്നതിന് മുമ്പ് വൈറലായി.
ആൾക്കാർ ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററിലേക്ക് പോകുന്നത് പടത്തിൻ്റെ ട്രെയിലറും ടീസറും അതിലെ പാട്ടുകളും അതുവഴി അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനും വെച്ചിട്ടാണ്. ഞാൻ പറയുന്നത് പ്രൊമോഷൻ വേണ്ട, പ്രൊമോഷൻ കൊണ്ട് കാര്യമില്ല, ഇൻ്റർവ്യൂ കൊണ്ട് ഒരു കാര്യമില്ല എന്നല്ല, അതൊക്കെയും വേണം. പക്ഷേ അതിനു വേണ്ടി ഇടുന്ന ഈ എക്സ്ട്രാ എഫേർട്ട് സിനിമയുടെ തിരക്കഥയിലും അതിൻ്റെ ട്രെയിലർ ടീസർ പ്രൊമോഷനിലും പടം ഇറങ്ങിയതിന് ശേഷമുള്ള കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻസിലൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി റിസൾട്ട് ഉണ്ടാവുമായിരിക്കും. അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് റിസൾട്ടൊന്നും സിനിമയ്ക്ക് കിട്ടാത്ത ഒരു ഏരിയയിലേക്ക് നിങ്ങൾ ഈ ഫണ്ട് ഇറക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ആളുകളുടെ സമയം വിനിയോഗിക്കുന്നത് കൊണ്ട്, ഇപ്പോൾ ഒരു TV ചാനലിലെ റിയാലിറ്റി ഷോയിൽ ഒരു സൂപ്പർ താരം പോയി ഇരുന്നു എന്നുള്ളതുകൊണ്ട് ആ സിനിമ ഹിറ്റാവില്ല. അയാൾ ഇരുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ സിനിമയുടെ കാഴ്ചക്കാർ കുറയാനും പോകുന്നില്ല. ചാനലിന് ഗുണമുണ്ട്. ആ പെർട്ടിക്കുലർ സിനിമ ആ ചാനലിൽ വരുമ്പോൾ പോലും ഈ പരിപാടി കൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്നില്ല. അത് കാണുന്ന ആളുകളുണ്ട്. ഇനിഷ്യൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 പേരെന്നുള്ളൊരു 15 പേരാകുമായിരിക്കും. പക്ഷേ ആ 10നെ 100 ഒരിക്കലും പറ്റില്ല. ആ 10നെ 100 പറ്റുന്നത് പ്രേക്ഷകൻ്റെ വേർഡ് ഓഫ് മൗത്ത് മാത്രമാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി സിനിമ നന്നാവണം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ 2 സിനിമകളാണ്. മറ്റൊരു ഉദാഹരണം മലയാള സിനിമയിൽ 8 നിലയിൽ പൊട്ടിയ വേറെ കുറേ സിനിമകളാണ്. കാരണം ആ സിനിമകളുടെയൊക്കെ ഇൻ്റർവ്യൂസ് ഭയങ്കര ഹിറ്റാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദി ഫൈനൽ പ്രോഡക്റ്റ്. ആൻഡ് ഇൻ്റർവ്യൂവിൻ്റെ പ്രൊമോഷണൽ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് അവരല്ല സിനിമയുടെ ഓഡിയൻസ്, അല്ലെങ്കിൽ അവരേക്കാൾ ശക്തമായ മറ്റൊരു ഓഡിയൻസ് ബേസ് ഉണ്ട്. അതാണ് സിനിമയുടെ ഓഡിയൻസ്. അങ്ങോട്ടേക്ക് എങ്ങനെ റീച്ച് ചെയ്യാം എന്നുള്ള പുതിയ മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. റിച്ച് ആൻഡ് വൈബ്രൻ്റായി താരത്തിളക്കത്തിൽ അഭിനേതാക്കളെ അവതരിപ്പിച്ചതുകൊണ്ടോ പൊട്ടിച്ചിരിപ്പിക്കുന്ന കഥകളും പരസ്പരം കളിയാക്കലുകളും ക്യൂട്ട്നെസ് വാരിയിടലുകളും ഒക്കെ ഒരുപാട് അവതരിപ്പിച്ചതുകൊണ്ടോ തിയേറ്ററിലേക്ക് ആൾ വരണമെന്നില്ല. സിനിമ നല്ലതാണ്, കാണാൻ നമ്മൾ കൊടുക്കുന്ന പൈസ വർത്താണ് എന്ന് പ്രേക്ഷകന് തോന്നിയാൽ അവർ തിയേറ്ററിൽ വരും. അങ്ങനെ തിയേറ്ററുകളിലേക്ക് ആളുകളെ എത്തിക്കാൻ പറ്റുന്ന ഗംഭീര സിനിമകളുണ്ടാവട്ടെ. ആ സിനിമകൾ പ്രേക്ഷകർ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് അത് വലിയ വിജയങ്ങളാവുന്ന ഇനിയും ഉദാഹരണങ്ങൾ ഒരുപാട് സംഭവിക്കട്ടെ. അത്തരം സിനിമകൾ കൊണ്ട് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം വലുതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രൊമോഷണൽ വീഡിയോസ് മാത്രം കണ്ട് നിങ്ങൾ സിനിമയ്ക്ക് പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് തന്ന ഊർജ്ജം കൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.